Hi, this is Uttara. Welcome to today's video. നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റില്ല, നമ്മൾ കുറെ വിശന്നിരിക്കണം, പട്ടിണി കിടക്കണം, അങ്ങനെയൊക്കെ കുറെ തെറ്റായ ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും, ഓ സാലഡിൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവാനാന്നൊക്കെ. പക്ഷെ സാലഡിനും നമുക്ക് കുറച്ച് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഡിഷസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മടുക്കാതെ തന്നെ ആസ്വദിച്ച് തന്നെ കഴിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെറ്റ്യൂസ് മഷ്റൂം പനീർ സാലഡ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമുക്ക് വേണ്ടത് മെയിൻലി ലെറ്റ്യൂസ് ആകുമ്പം അത് വളരെ ലോ കാലറി ആണ്, വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് സുക്കിനി യെല്ലോയിലും ഉണ്ടാവും, നമുക്ക് ഗ്രീൻ കളറിലും ഉണ്ടാവും, ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ചെറി ടൊമാറ്റോസ് കുറച്ച് ഫോർ ദ കളർ. നമുക്ക് എപ്പോഴും സാലഡ് കുറച്ച് കളർഫുൾ ആവുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടെ രസം ഉണ്ടാവും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് മഷ്റൂം ആണ് എനിക്ക് വെജിറ്റബിൾസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇറ്റ് ബ്രിങ്സ് ഔട്ട് എ ലോട്ട് ഓഫ് ഫ്ലേവർ. പിന്നെ നമുക്ക് കുറച്ചുകൂടി പ്രോട്ടീൻ വേണമെങ്കിൽ നമുക്ക് പനീറും കൂടെ ആഡ് ചെയ്യാം. പനീർ ഇസ് ഓപ്ഷണൽ, ഇതില്ലെങ്കിലും ഇത് മാത്രം ഇട്ടാലും ഇറ്റ്സ് വെരി ടേസ്റ്റി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ചോപ്പിംഗ് ദ വെജിറ്റബിൾസ്. നമ്മൾ ഒരാൾക്കുള്ള പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം സാലഡ് ആവുമ്പോൾ നമ്മൾ ഒരുപാട് പേർക്കുള്ളത് ഉണ്ടാക്കണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് മാത്രം ഉണ്ടാക്കാവുന്ന ഡിഷും കൂടിയാണ്. അതുകൊണ്ട് വളരെ ടൈം എടുക്കാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സാലഡ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെറി ടൊമാറ്റോസും കൂടെ കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ജസ്റ്റ് ചോപ്പ് ചെയ്ത് മാറ്റേണ്ട വെജിറ്റബിൾസ് മാത്രം ചോപ്പ് ചെയ്ത് മാറ്റി വെക്കാം. ജസ്റ്റ് ഹാഫ് ആയിട്ട് കട്ട് ചെയ്താൽ മതി, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ടു ടൈനി. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും നമ്മുടെ യൂഷ്വൽ വലിയ ടൊമാറ്റോസ് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. നമുക്കിതെല്ലാം ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് മഷ്റൂംസ് ആഡ് ചെയ്യാം. മഷ്റൂം എപ്പോഴും നമ്മൾ നല്ലോണം കഴുകണം, കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് വയറിന് പ്രശ്നം വരാൻ ചാൻസ് ഉള്ളതാണ്. മഷ്റൂംസും നമുക്ക് ഹാഫ് ആയിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ഉള്ളിലും വൈറ്റ് ആയിട്ട് ഇരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അതിൻ്റെ ഉള്ളിൽ ബ്രൗണിഷ് ഓർ ബ്ലാക്കിഷ് ആയിട്ട് വരികയാണെങ്കിൽ അതിന് കുറച്ച് കേടുവന്ന് തുടങ്ങി എന്നറിയാം. എപ്പോഴും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഡേ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്, കാരണം കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്തോറും അതിൻ്റെ ഈ കളർ മാറിക്കൊണ്ടിരിക്കും. പലർക്കും മഷ്റൂം അലർജി ആണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ പ്രോബബ്ലി ദീസ് ആർ ദ റീസൺസ്. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അലർജി ആയിരിക്കില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദ മഷ്റൂം ദാറ്റ് ഇസ് സ്പോയിൽഡ്. സുക്കിനി ഒരു ഹാഫ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇതെല്ലാം വളരെ ലോ കാലറി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇന്നിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫില്ലിംഗ് ആവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ ഈ പീസിന്റെ ഒരു 1/4 ആണ് എടുത്തിരിക്കുന്നത്. ബട്ട് ദോസ് ഹു ലവ് പനീർ യു ക്യാൻ ഓൾവേസ് ആഡ് മോർ, ബിക്കോസ് ഇതിൽ നല്ലോണം പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും, വളരെ ഫില്ലിങ്ങും ആണ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം.
അതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. നമ്മളെപ്പോഴും സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ കൂടുതലും ഒലിവ് ഓയിൽ യൂസ് ചെയ്താൽ ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കേരള ഫുഡിന് കോക്കനട്ട് ഓയിൽ തന്നെ വേണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ആ ഒരു എന്താ സാലഡ് ടേസ്റ്റിനൊക്കെ എപ്പോഴും ഒലിവ് ഓയിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. ഒലിവ് ഓയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം, അൺസോൾട്ടഡ് ബട്ടർ. സോൾട്ടഡ് ആയാലും കുഴപ്പമില്ല, ബിക്കോസ് ഓൾറെഡി നമ്മളിതിൽ എന്തായാലും ചെറുതായിട്ട് സോൾട്ട് ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ കൂടുതൽ ഹെൽത്തി ഫാറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. നമ്മളിതെല്ലാം ഒഴിവാക്കിയിട്ട് പ്ലെയിൻ റോ സാലഡ് ആകുമ്പോൾ നമുക്കൊട്ടും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കുറച്ച് ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിലും അത് ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതിൽ കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവ് ഇല്ല എന്ന് തന്നെ പറയുന്നതിൽ. അതുകൊണ്ട് എന്തായാലും വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. സോ ഓയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ പിശുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അപ്പോൾ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ പാൻ ചൂടായി നമുക്കൊരു ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒരു ഡ്രോപ്പൊക്കെ ഒഴിക്കുള്ളൂ കേട്ടോ. ഞാൻ വളരെ പിശുക്കി ഒഴിക്കുന്ന ആളാണ്. അതിപ്പോൾ ബാക്കി ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതെനിക്ക് ഓയിൽ ഒഴിക്കുമ്പോഴും പഞ്ചസാര ഇടുമ്പോഴും ഒക്കെ കുറച്ച് പിശുക്ക് കൂടുതലാണ്. അത് വീട്ടിലെല്ലാവരും പറയാറുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇടണം. ഗാർലിക് ആഡ്സ് ദ ഹോൾ ഫ്ലേവർ. കൂടുതൽ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ച് അധികം തന്നെ. ഇതിനകത്ത് ഇപ്പോൾ ഒരു 3-4 ക്ലോവ്സ് ഓഫ് ഗാർലിക് ഇട്ടിട്ടുണ്ട്. ഗാർലിക് ഒന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം തന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് ഇത്തിരി ഇട്ടാൽ മതി. ഒരു ഇത്തിരിയും കൂടെ ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച മഷ്റൂംസ് ആഡ് ചെയ്യാം. ഇനി സോൾട്ട് നിർബന്ധമായിട്ടുള്ളവർക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പ് കണ്ടന്റ് ഇതുപോലെ കുറയ്ക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് വെയിറ്റ് ലോസിനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു നുള്ളു ഉപ്പ് ഇടുന്നുള്ളൂ. അതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പനീറിന്റെ ക്യൂബ്സും ഈ സുക്കിനിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി, കാരണം കുറച്ച് വേവ് മതി. ഇതിലൊന്നും ഒരുപാട് കുക്കിംഗ് ടൈമിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് സോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള വേവായി കഴിഞ്ഞു. ഈ ഗാർലിക്കും ചില്ലി ഫ്ലേക്സും കരിഞ്ഞു പോവാതെ നോക്കണം. നമ്മൾ ഒത്തിരി ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കരിഞ്ഞു പോകുന്ന പോലെ തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി വെള്ളം, മേ ബി ലൈക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. ജസ്റ്റ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലാണ് ഒഴിക്കേണ്ടതെങ്കിലും നമ്മളുടെ മെയിൻ ഉദ്ദേശം ഇവിടെ വെയിറ്റ് ലോസ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഓയിൽ അകത്തേക്ക് ചെല്ലണ്ടെന്ന് വെച്ചിട്ടും കൂടെയാണ് വെള്ളം ഒഴിച്ചോളാൻ ഞാൻ പറഞ്ഞത്. വെള്ളം കൂടി പോവാണെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വറ്റിച്ചു. നമ്മുടെ മഷ്റൂമിന്റെ ഷേപ്പ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. അത്യാവശ്യം കുക്ക്ഡായി. ഇതൊരു 3 minutes 5 minutes മാക്സിമം മതിയാവും കേട്ടോ ഇത് വെന്തെടുക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ we can transfer it to the bowl. സോ നമ്മളിപ്പോൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ചെറി ടൊമാറ്റോസും ലെറ്റ്യൂസും ഇവിടെ ഉണ്ട്. അതിനകത്തേക്ക് we are gonna add this mushroom, paneer and zucchini. So it's come out well.
ഹെൽപ്പ്. പക്ഷെ എന്തെങ്കിലും ഒരു കുറച്ചുകൂടി ഫ്ലേവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വിനീഗറും കൂടെ ആഡ് ചെയ്യാം. ചില്ലി വിനെഗർ എടുക്കാം ഓർ നോർമൽ വിനെഗർ. അതൊരു ജസ്റ്റ് 1 ക്യാപ്പ് സൈസ്. ഇതിന്റെ അടുപ്പിലുള്ള ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ അതിന് കുത്തല് വരും. ഇത്രയും തന്നെ വേണ്ടാന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു ഭയങ്കര ഒരു പുളിപ്പ് ഫീൽ ചെയ്യും. ബട്ട് നമ്മുടെ ഓവറോൾ ഒരു ഫ്ലേവർ കിട്ടാൻ കുറേയും കൂടെ ബെറ്റർ ആയിരിക്കും. സോ നൗ ഓൾറെഡി ഇറ്റ് ലുക്സ് വെരി കളർഫുൾ. അതുകൊണ്ടാണ് നമുക്ക് ഈ ചെറി ടൊമാറ്റോസും സുക്കിനി ഒക്കെ വരുമ്പോൾ തന്നെ അതിലൊരു റെഡ്, യെല്ലോ, ഗ്രീൻ എല്ലാ കളേഴ്സും വരുമ്പോൾ തന്നെ ഒരു രസം ഉണ്ടാവും. സോ നൗ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. കാണുമ്പോൾ നമുക്ക് തോന്നും മതിയാവില്ല ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ മഷ്റൂം ഉള്ളതുകൊണ്ടും പനീർ ഉള്ളതുകൊണ്ടും കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പനീർ ഉള്ളതുകൊണ്ട് ബേസിക്കലി ഫില്ലിംഗ് ആയിട്ട് തോന്നും. ആൻഡ് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു നേരം സാലഡ് ആക്കി കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, പെട്ടെന്ന് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മേ ബി ഒരു മീൽ മാത്രം നമ്മൾ സാലഡ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ മീൽസും പെട്ടെന്ന് നമ്മൾ കട്ട് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അതിനോടൊരു വേണ്ടായ വരും, ഒരു മടുപ്പ് വരും. അപ്പം അതുകൊണ്ട് നമ്മളിപ്പം രാവിലെയും ഉച്ചയ്ക്കും ഹെവി ആയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈവനിങ് ആയിട്ട് നമ്മൾ ഡിന്നറിന് ഇങ്ങനത്തെ സാലഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. നമ്മളൊന്ന് ബാലൻസ്ഡ് ആയിട്ട് പോവാൻ നോക്കിയാൽ തന്നെ ഇറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പം എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചീത്ത വിളിക്കരുത്, ബിക്കോസ് ദിസ് ഇസ് ഫോർ വെയിറ്റ് ലോസ്. അതുകൊണ്ട് ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമല്ല. പക്ഷേ ഉള്ള ഓപ്ഷൻസിൽ വെച്ചിട്ട് നമുക്ക് മാക്സിമം ടേസ്റ്റി ആക്കാൻ നോക്കാവുന്ന ഒരു സാലഡ് റെസിപ്പിയാണ്. സോ ഐ ഹോപ്പ് യു എൻജോയ്. താങ്ക് യു. യെസ്, നമ്മുടെ ഇന്നത്തെ സാലഡ് അമ്മയ്ക്ക് കൊടുത്തു നോക്കാം. തിമുൻ വേണോ? തിമുൻ തരട്ടെ? ചെറുതായിട്ട്. Dimu liked? Dimu liked പറയൂ. Yummy? ഇല്ല. ദിമുന് എരിഞ്ഞു. ആണോ? അത്ര വേണ്ട. സാലഡിന്റെ സ്വാദം അത് വേണോ? അതൊക്കെ എരിയും ദിമുന്. ഇത് തരാം. Yay! Yay പറയൂ. Yummy പറയൂ ദിമു. Yummy?